നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. ബജ്രംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾക്ക് ജാതകവശാലും പ്രശ്നവശാലും നല്ല സമയമാണെങ്കിൽ കൂടി ഉദ്ദിഷ്ട കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വരിക. ഇപ്പം നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അതിന് തടസ്സം വരിക. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തൊരു കർമ്മമായി ബന്ധപ്പെട്ട് ഇറങ്ങുമ്പോഴും അതിന് തടസ്സങ്ങൾ വരിക. അപ്പോൾ ഈ തടസ്സങ്ങൾ നിൽക്കാൻ നമ്മളുടെ ഗണപതി, അതായത് ഗണത്തിൻ്റെ അധിപതി, ദേവഗണങ്ങളുടെ അധിപതിയായ ഗണപതിയെ വന്ദിക്കുന്നതിലൂടെ നമ്മളുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കാവുന്നതാണ്. അതിന് ചില ചെറിയ വഴിപാടുകളും അതുപോലെ ചില പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണയായിട്ട് നടത്താറുണ്ട്. ഉദാഹരണമായിട്ട് കർഗഹോമം നടത്താം. കർഗഹോമം ദുരിത നിവാരണവും വിഘ്ന നിവാരണവും. അതുപോലെ കർഗഹോമം നമ്മൾക്ക് ഏതൊരു പൂജ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഏതൊരു കാലദോഷ സമയത്തും നമുക്ക് നടത്താവുന്നതാണ്. വെള്ളിയാഴ്ചയാണ് ഹോമങ്ങൾ, ഗണപതിക്ക് ഹോമങ്ങൾ നടത്താൻ ഏറ്റവും ഉത്തമമായ ദിവസം. അതുപോലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, സാധാരണ ഗണപതി ഹോമം, വശ്യമന്ത്രങ്ങൾ കൊണ്ട് ഗണപതി ഹോമം, ഇങ്ങനെ പല രീതിയിലുള്ള ഗണപതി ഹോമങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ഇതെല്ലാം ഉദ്ദേശം തടസ്സങ്ങൾ മാറാനും ദുരിതങ്ങൾ മാറാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഗണപതിക്ക് കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ കൂട്ടപ്പം നേരും, അതുപോലെ നെയ്പായസം നേരാം, മോദകം വഴിപാട് കൊടുക്കാം, അതുപോലെ പഴം കൊണ്ട് മാല ചാർത്താം, കർഗമാല ചാർത്താം, ഒറ്റയപ്പം വഴിപാട് ചെയ്യാം, എന്നീ വഴിപാടുകളെല്ലാം ചെയ്യാം. അതുപോലെ തന്നെ ഗണപതിക്ക് പ്രധാനമായിട്ടും വിദ്യാമന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങൾ മാറി മുന്നേറാൻ പറ്റും എന്നുള്ളതാണ് പറയേണ്ടത്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം എന്നീ മന്ത്രം ദിവസേന ഒരു 21 ജപിക്കുന്നതും എന്തെങ്കിലും ഉദ്ദിഷ്ട കാര്യത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ഗണപതി ക്ഷേത്രത്തിൽ തലക്കൊഴിഞ്ഞ് തേങ്ങ ഉടയ്ക്കുന്നതൊക്കെ വളരെ ഗുണകരമായിട്ട് പറയാവുന്നതാണ്. നന്ദി, നമസ്കാരം.